ഇത്രയും നാൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ജർമ്മനിയിൽ ഉള്ള അല്ലെങ്കിൽ ആൾക്കാരും ഒരുപാട് പേര് പറയുന്നത് എത്രത്തോളം സത്യമാണെന്നും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ് ജർമ്മനിയിലേക്ക് വരിക എന്നുള്ളത്. അത് വരുമ്പോഴേ അതൊന്നും സത്യമല്ല. അത് ആദ്യമേ ഞാൻ പറയാം, അതൊന്നും സത്യമല്ല. നഴ്സിംഗ് അല്ലാത്തവരാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ജർമ്മനിയിൽ ഉണ്ടെന്ന് പറയാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ലിവിങ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വീഡിയോസിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ ജർമ്മനിയിൽ കറണ്ട് എത്തി. നമ്മൾ ജർമ്മൻ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ജർമ്മനിയിൽ എത്തിയപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗോ അല്ലെങ്കിൽ വന്ന വ്ളോഗോ അങ്ങനത്തെ ഒന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒന്നും എടുക്കാനൊരു ടൈമോ അല്ലെങ്കിൽ അത്ര ഒരു എടുക്കാനുള്ള അന്നേരത്തെ ഒരു കോൺഷ്യസ്നെസ്സിലായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഉണ്ടായില്ല, ഇടാനും പറ്റിയില്ല. ഇവിടെ വന്നിട്ട് ചെറിയ ചെറിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതും ചെറിയ ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്സ് ഞാൻ ഇട്ടു. അതല്ലാതെ പിന്നീട് വലിയ പല വീഡിയോസും വരുമെന്ന് പറഞ്ഞല്ലാതെ ഒരു വീഡിയോസും ഇടാൻ പറ്റില്ല. സോ അതിന് ആദ്യം തന്നെ സോറി. കുറേ പേര് കമൻറ്റ്സ് ചെയ്യുന്നുണ്ടായി, അതേപോലെ തന്നെ DM നോട്ട്സ് കാര്യങ്ങൾ B2 ക്ലാസ്സസിന് റിലേറ്റഡ് ഒക്കെ ചെയ്യുന്നുണ്ടായി. ഇടയ്ക്ക് എനിക്കൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അതല്ലാതെ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയില്ല. സോ കുറച്ച് തിരക്കിലായിപ്പോയി, അതാണ്. സോ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വേറെ നമ്മുടെ B2 ലാംഗ്വേജിൻ്റെ ടിപ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനിവിടെ ഇപ്പോൾ എത്തിയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് പോയിന്റ് കിടക്കാം. അതായത് ഇവിടെ ഞാനിപ്പോൾ എത്തിയിട്ടൊരു ഞാൻ ഫെബ്രുവരിയിൽ വന്നതാണ്. ഫെബ്രുവരി പകുതിയായപ്പോൾ വന്നതാണ്. ഇപ്പോൾ നമ്മുടെ മെയ് തീരുന്നു, ജൂൺ 6 ഇത്രയും നാൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ജർമ്മനിയിൽ ഉള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളം ഈ നാട്ടിൽ നിന്ന് ഏജൻസികളും അല്ലെങ്കിൽ ആൾക്കാരും ഒരുപാട് പേര് പറയുന്നത് എത്രത്തോളം സത്യമാണെന്നും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോ ഫസ്റ്റ്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടി ഞാൻ എൻ്റെ ജേർണിയൊക്കെ ഞാൻ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. സോ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എബ്രോഡ് എന്നൊരു ഓപ്ഷൻ വരുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെ ഇതിൽ ഫസ്റ്റ് ഉള്ള ഒരു ഓപ്ഷനാണ് ജർമ്മനി എന്നുള്ളത്. ബിക്കോസ് നമുക്ക് വലിയ ചിലവില്ല, നമുക്ക് പെട്ടെന്ന് എത്തി വരാം, ലാംഗ്വേജ് പഠിച്ചാൽ മതി എന്നൊരു മൈൻഡ് സെറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫണ്ട് കിട്ടും. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റും. പിന്നെ അത്രത്തോളം ഏജൻസികൾ നാട്ടിലുണ്ട്, വിടാനും ലാംഗ്വേജിനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഭയങ്കര ഒരു കരിയർ ചൂസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ജർമ്മനി എന്ന രീതിയിലാണ് എല്ലാവരും ജർമ്മനി ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. സോ ഞാനങ്ങനെ തന്നെ ചൂസ് ചെയ്ത ഒരാളാണ്. അത് ഭയങ്കര ബാഡായിപ്പോയി അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് പറയാനല്ല വീഡിയോയിൽ വന്നിരിക്കുന്നത്. നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ് വന്നേക്കുന്നത്. സോ ഇപ്പോൾ ഒരുപാട് പേര് +2 കഴിഞ്ഞ് റിസൾട്ടൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വന്ന് നിൽക്കുന്നുണ്ടാവും. നെക്സ്റ്റ് എന്തെന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് പോകുന്നു അല്ലെങ്കിൽ എബ്രോഡ് പോകുന്നു, ജർമ്മനി ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഒരിക്കലും നമ്മൾ ജർമ്മനി ചൂസ് ചെയ്യരുത്. വൈസായിട്ട് ചിന്തിച്ചിട്ട് തന്നെ ചൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു മറ്റുള്ള രാജ്യത്തേക്ക് പോകുന്നേക്കാളും ഒരുപാട് ചിന്തിച്ച് വേണം നമ്മൾ ജർമ്മനി എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. കാരണം ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ് ജർമ്മനിയിലേക്ക് വരിക എന്നുള്ളത്. അത് വരുമ്പോഴേ അത്യാവശ്യം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. പക്ഷെ ഒരുപാട് ഫാൾസ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് ഏജൻസികളുണ്ട്. നമ്മളിപ്പോൾ എറണാകുളത്തൊക്കെ പോയി മുട്ടിന് ഏജൻസീസാണ് ഇത് പഠിപ്പിക്കുന്നതും ലാംഗ്വേജ് പഠിപ്പിക്കുന്നതും വിടുന്നതായിട്ടൊക്കെ. അവരൊക്കെ പറയുന്നത് ജസ്റ്റ് ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതി, ഇപ്പം കയറിപ്പോകാന്ന് പറയണത്. അതൊന്നും സത്യമല്ല. അത് ആദ്യമേ ഞാൻ പറയാം, അതൊന്നും സത്യമല്ല. ലാംഗ്വേജ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ട് ഓഫ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. ബട്ട് സ്റ്റിൽ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ടും പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ലാംഗ്വേജ് പഠിക്കാനും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് പേര് ലാംഗ്വേജ് ഒരു മൊഡ്യൂള് അല്ലെങ്കിൽ 2 മൊഡ്യൂള് കിട്ടാതെ ഒരുപാട് കാലത്തോളം എഴുതുന്നവരും എനിക്കറിയാവുന്നവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് അറിയാവുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ റീൽസിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ജർമ്മനി ഒരു ബാഡ് ഓപ്ഷനാണെന്ന് ഞാൻ പറയില്ല. ഓഫ്കോഴ്സ് ജർമ്മനി ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഓഫ്കോഴ്സ് ഇപ്പോഴത്തെ ഒരു ഇതിൽ ജർമ്മനി ഒരു ബെറ്റർ ഓപ്ഷനാണ് ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച്. നമുക്ക് അത്യാവശ്യം വലിയൊരു എമൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് ജർമ്മനിയിൽ എത്തിച്ചേരാൻ പറ്റും. ഇവിടെ എത്തിയാൽ അത്യാവശ്യം നമുക്ക് ഒരുപാട് നാൾ ഇല്ലാതെ നമുക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റും. പക്ഷേ ബാക്കി ഏത് രാജ്യം നിങ്ങൾ ചൂസ് ചെയ്യുന്നേക്കാൾ കൂടുതൽ കുറച്ചും കൂടി വൈസായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ജർമ്മനി എന്നുള്ളത്. ജർമ്മനി എന്ന് പറയുന്നത് അഫ്കോഴ്സ് ആ ഒരു ലാംഗ്വേജ് ബേസ് ചെയ്താണ് ജർമ്മനിയിലേക്ക് നമ്മുടെ വരുന്നതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നിൽക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ലാംഗ്വേജ് കൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല. അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്.
നെഗറ്റീവ് അടുപ്പിക്കുകയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലെന്നല്ല, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ ലാംഗ്വേജ് എന്നുള്ളത്. അതായത് നിങ്ങൾ ജർമ്മൻ ചൂസ് ചെയ്തവരായിട്ട് വീഡിയോ കാണുന്നവരാരും ആയിക്കോട്ടെ, നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നവരായിട്ട് എന്തോ ആയിക്കോട്ടെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ജർമ്മനി ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് അല്ല ജർമ്മനി എന്നുള്ളത്. കാരണം നിങ്ങളവിടെ താമസിക്കാൻ പോവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള. സോ അതുകൊണ്ട് എപ്പോഴും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യും. ഫസ്റ്റ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി ഇതൊരു പുതിയൊരു സാധനമായിട്ട് നമ്മൾ തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ച മാത്സോ സയൻസോ അതൊന്നും റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ, ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ലെവൽ തൊട്ട് നമ്മൾ പഠിച്ചെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ്, നിങ്ങൾക്കൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ എക്സാം ഫുള്ളി നമ്മുടെ കഴിവിൽ തന്നെ അല്ല, കുറച്ചൊക്കെ ലക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആദ്യം എഴുതുമ്പോൾ കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. അതെന്തുവാട്ടെ, അത് നമുക്ക് വേറെ സ്റ്റെപ്പായിട്ട് വെക്കാം. അതിനെക്കുറിച്ച് നമ്മൾ അധികം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. സോ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതാത് ഇമ്പോർട്ടൻസിൽ തന്നെ, കാരണം എക്സാം പാസ്സാവേണ്ടതാണെങ്കിലും അതിനേക്കാൾ ഉപരി ഇവിടെ വന്ന് സംസാരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ച് തന്നെ ആ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്ക് പോകാൻ നേരത്തല്ല നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എന്താണ് ഇവിടെ വന്ന് ചെയ്യാൻ പോകേണ്ടത് എന്നുള്ളത്. കാരണം ഒരുപാട് പേര് മിക്കവരും നഴ്സിംഗ് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് അത് ചൂസ് ചെയ്യുന്നവർക്ക് ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ട്. ജർമ്മൻ പഠിക്കുന്നു, നഴ്സിംഗിൽ പോസ്റ്റിംഗ് വെക്കുന്നു, ഒരുപാട് ഏജൻസികളുണ്ട്, കൊണ്ടുവരുന്നു. പക്ഷെ അതിലുപരി നഴ്സിംഗ് അല്ലാത്തവരാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ജർമ്മനിയിൽ ഉണ്ടെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് റിയാലിറ്റിയാണ്. ഒരുപാട് കോഴ്സസ് ജർമ്മനിയിലുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം അവൈലബിൾ ആണെന്നുള്ളത് അത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഈ പറയുന്ന എല്ലാ കോഴ്സസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതല്ല. അതായത് ഔസ്ലാൻഡേഴ്സിന് അവൈലബിൾ അല്ലെന്നല്ല, ബട്ട് സ്റ്റിൽ അത് നമുക്ക് കിട്ടാനുള്ള അത്രയും നമുക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ നഴ്സിംഗ് താല്പര്യപ്പെടുന്ന ഒരാളല്ല, നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ ഫസ്റ്റ്ലി ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് തന്നെ ഞാൻ വേറെ കോഴ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, ഞാൻ വേറെ കോഴ്സ് സെലക്ട് ചെയ്താണ് ഞാൻ ഏജൻസിയിൽ ലാംഗ്വേജ് പഠിക്കാൻ തന്നെ കയറുന്നത്. അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. സോ അവരവിടെ നിന്ന് അത് വിടാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അവിടെ അതിൻ്റെ ഇത് വന്നില്ല, വിടാൻ പറ്റിയില്ല അവർക്ക്. അതായത് അതിൻ്റെ ഇത് ഇപ്പോൾ ടൈം എടുക്കുന്നു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കോഴ്സ് എല്ലായിടത്തും അവൈലബിൾ ആയതും അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അവരങ്ങനെ പുഷ് ചെയ്ത് പറയില്ല. എല്ലാ ഏജൻസിയിലും ഞാൻ അത് കഴിഞ്ഞ് അവർ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ ഇത് വേറെ ഏജൻസിനെ തന്നെ സമീപിച്ചോ എന്നുള്ളത് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ഒരുപാട് ഏജൻസിനെ വേറെ സമീപിച്ചു. അപ്പോൾ ഒരുപാട് പേര് ഡയറക്റ്റ്ലി പറഞ്ഞു ഈ കോഴ്സ് നമ്മൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. കുറേ പേര് നമ്മൾ ഈ കോഴ്സിൽ നിന്ന് നഴ്സിംഗിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ നോക്കുന്നവരുണ്ട്. അത് ആക്ച്വലി അത് കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ബ്രെയിൻ വാഷായി പോകും. കാരണം അവർ അത്രയ്ക്കാണ് പറയുന്നത്, നമുക്ക് വമ്പൻ സ്റ്റൈഫൻഡ് കിട്ടും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും അറിയേണ്ട, ഷിഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് വെക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് നല്ല എമൗണ്ട് ആണ് അവിടെ, ഏത് കോഴ്സ് ചെയ്യുന്നേക്കാളും ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്ന നഴ്സിംഗ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേറെ കോഴ്സ് എടുക്കാൻ നിൽക്കുന്ന ഒരാളും ചിലപ്പോൾ വീണ് പോകും. പക്ഷേ എൻ്റെ മൈൻഡിൽ എനിക്ക് നഴ്സിംഗ് കോഴ്സിനെ ചീത്തയാക്കി പറയല്ല, ബട്ട് എൻ്റെ മൈൻഡിൽ എനിക്ക് നഴ്സിംഗ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കരിയർ ജർമ്മനി ചൂസ് ചെയ്തത് ജർമ്മനിയിലേക്ക് എത്താൻ വേണ്ടിയല്ല, എൻ്റെ കരിയറിന് വേണ്ടി ഞാൻ ജർമ്മനി ചൂസ് ചെയ്തതാണ്. സോ അതുകൊണ്ട് തന്നെ നഴ്സിംഗ് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് അതിലൊന്നും വീണില്ല. അല്ലെങ്കിൽ കാരണം ഇപ്പം അതേ വിസ ഡേറ്റ് പിടിച്ചു, അത് ഇപ്പം തന്നെ നമുക്ക് VFS ഡേറ്റ് എടുത്തേക്കാം, വന്നേക്കും എന്നുള്ള രീതിയിൽ തന്നെ നഴ്സിങ്ങിൻ്റെ പറഞ്ഞവരുണ്ട് എൻ്റെ അടുത്ത്. അതല്ലാതെ ചിലവർ നമ്മളെ വിടാമെന്ന് പറയും. അവർ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്ര കോൺടാക്ട് ചെയ്താലും പിന്നെ ഒരു റിപ്ലൈ ഉണ്ടാവില്ല. സോ കോഴ്സസ് ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പറ്റും. ഒരുപാട് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. എന്നാലും പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് എടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു സംഭവങ്ങളെല്ലാം ഉടനെ തന്നെ ഒരു 1 മന്തിനുള്ളിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ഉറപ്പുമില്ല. നഴ്സിംഗ് പഠിച്ചിട്ടും 1 ഇയർ കഴിഞ്ഞ് ഇവിടെ എത്തിയവരുണ്ട്. അതായത് നഴ്സിംഗിന് അതായത് ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് നഴ്സിംഗിന് വന്നവരും ഉണ്ട്. സോ അതിനും ടൈം എടുക്കും, ബട്ട് അതെന്തായാലും നമുക്കിവിടെ എത്താൻ പറ്റും എന്നുള്ളതാണ്. അതല്ലാതെ ബാക്കി കോഴ്സിന് ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടാതെ വരുമ്പോൾ ഏജൻസികൾ ചെയ്യുന്ന വളരെ അപൂർവമായിട്ടാണ്, അല്ലെങ്കിൽ അവർ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളെ മുന്നോട്ട് നീക്കി ഒരുപാട് നാൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്താലായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമുക്ക് തനിയെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നതിനൊരു ടൈമുണ്ട്, അതിനൊരു ഡെഡ് ലൈൻ ഉണ്ട്. ആ ഒരു ടൈമിലായിരിക്കണം നമ്മൾ വരേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ നേരിട്ട് ചെന്നുള്ള നമ്മുടെ ഇൻ്റർവ്യൂസ് ഉണ്ട്, ആ ഇൻ്റർവ്യൂസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുറേ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുറേ കാര്യങ്ങൾ ലാംഗ്വേജിൻ്റെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത്, അതായത് നമ്മൾ ഒരുപാട് സ്ഥലത്ത്, കാരണം ഇവിടുത്തെ ജർമ്മൻസ് അപ്ലൈ ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എല്ലാവർക്കും ഒരേപോലെയാണ്. സോ ഒരുപാട് ഒരു 100ഓളം ആപ്ലിക്കേഷൻസ് അയക്കുമ്പോഴായിരിക്കും അതിൽ നിന്ന് എല്ലായിടത്തും നമുക്ക് റിപ്ലൈ വരും, പക്ഷേ അതിൽ കൂടുതൽ റിജക്ഷൻ ആയിരിക്കും എന്നുള്ളത് മാത്രം.
അതിൽ ഏതെങ്കിലും 1 2 ഒക്കെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നാലായി, അങ്ങനെയാണ്. അത് ഒരുപാട് എണ്ണം അയച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് അതിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഇപ്പോൾ 1 2 എണ്ണം കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും, അതങ്ങനെയുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാതെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഏജൻസികളാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് നടത്തി ഇവിടെ കൊണ്ടുവരും, അത് കഴിഞ്ഞാൽ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നില്ല കാര്യത്തിൽ, അതിന് പറയാതിരിക്കും ഈ കാര്യത്തിലൊന്നും അവർക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മൾ തന്നെയായിരിക്കും ചെയ്യേണ്ടി വരിക. സോ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കോഴ്സ് കണ്ടെത്തുന്നവർക്ക് നിങ്ങൾ ചിന്തിച്ച് ടൈം അതനുസരിച്ച് നിങ്ങൾ അത് പ്രിപ്പയർ ആയി വരിക, ഇവിടെ വന്നിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് വരിക. പിന്നെ അതുകൂടാണ്ട് യെസ്, പിന്നെ നമ്മൾ പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഏജൻസികൾ പറയുമ്പോൾ ഏജൻസികളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഞാൻ. ഏജൻസികൾ പറയുമ്പോൾ അഫ്കോഴ്സ് അവരുടെ പ്രൊമോഷനാണ്, അവർക്ക് പിള്ളേരെ കിട്ടണം. സോ അവർ പറയും ലാംഗ്വേജ് പഠിക്കും, നിങ്ങൾ ലാംഗ്വേജ് മാത്രം പഠിച്ച് പാസ്സായി ഇങ്ങനെ കിട്ടിയാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. അതിനൊക്കെ എത്രമാത്രം റിയാലിറ്റി ഉണ്ടെന്ന് നമുക്ക് മുന്നോട്ട് അറിയാൻ പറ്റും. കാരണം അതൊന്നും സത്യമല്ല. ഇവിടെ നഴ്സിംഗ് ആണെങ്കിൽ അവർക്ക് കുറച്ച് എംപ്ലോയേഴ്സായിട്ട് കണക്ഷൻ ഉണ്ടാവും, ആ സ്ഥലത്തോട്ട് അവർ വിടും. മെക്കട്രോണിക്സ് വിടുന്നവർ, ലോജിസ്റ്റിക്സ് വിടുന്നവരും ഉണ്ടാവും, അവർക്കും കണക്ഷനുള്ള ആ ഒരു 1 2 സ്ഥലത്തേക്ക് അവർ വിട്ടു തരും നമ്മൾ. അത് എത്ര പിള്ളേരെന്നുള്ളത് ഒരു ചോദിച്ചെന്നാണ്. ഈ പറയുന്ന ഇത്രയും ഒരുപാട് പേരാണ് ഇവിടെ പഠിച്ച് നിൽക്കുന്നത്, ലാംഗ്വേജ് പഠിച്ച് നിൽക്കുന്നത്. ഇത്രയും എല്ലാവരെയും വിടാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ ജർമ്മനി മറ്റേ ബാക്കിയുള്ള UK മാതിരി അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ മാതിരി ക്ലോസ് ആയി എന്നൊന്നും അല്ല പറയണത്. ഇവിടെ ഇപ്പോഴും സ്റ്റിൽ എപ്പോഴും ആൾക്കാർ ആവശ്യമുണ്ട്, ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എത്രമാത്രം ഏജൻസികൾ പറയുന്ന അത്ര, അല്ലെങ്കിൽ ആ പറയുന്ന ആ ഒരു എമൗണ്ട് ഒക്കെ പറയില്ല സ്റ്റൈഫൻ, അത് ഓർത്ത് ആരും ഇങ്ങോട്ട് വരരുത്. അഫ്കോഴ്സ് ഒരു ഫിനാൻഷ്യലി ബാക്കായിട്ട് നിൽക്കുന്ന ആൾക്ക് അത് വളരെ വലിയൊരു കാര്യമാണ്. ഞാനും സ്റ്റൈഫൻഡ് എന്ന് പറയുന്ന സാധനം എനിക്ക് വലിയൊരു പ്ലസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങൾക്ക് നഴ്സിംഗ് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അതിന് കയറി വന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് വരാവുള്ളൂ. ബിക്കോസ് നിങ്ങൾ നല്ല രീതിയിൽ സഫർ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ. അതല്ല നോർമലായിട്ടാണ് നഴ്സിംഗ് എന്നൊരു ഫീൽഡിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഓപ്ഷനാണ്, അത് നിങ്ങൾ പൈസ ആയിട്ട് ചൂസ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് നമ്മുടെ 2 3 ലക്ഷം 2 ലക്ഷം മതി 3 ലക്ഷം മതി എന്നൊക്കെ പറഞ്ഞാലും പ്രോസസ്സിങ് കൂടാതെ തന്നെ, അതല്ലാതെ നമ്മുടെ ബാക്കി നമുക്ക് വരാനുള്ള ചിലവുകൾ അല്ലെങ്കിൽ എല്ലാ കാര്യമായിട്ടും ഒരു 6 lakh ഒക്കെ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടും. ഈ 6 lakh ബാക്കിയുള്ള എബ്രോഡ് പോകുന്നത് വെച്ച് കുറവാണ്. പക്ഷെ ഞാൻ കുറേ പേരുണ്ടാവില്ലേ 2 ലക്ഷം 3 ലക്ഷം മതി എന്നൊക്കെ പറഞ്ഞ ചില ഏജൻസികൾ നമ്മൾ കേട്ട്, അത്രയൊന്നും പോരാ. എന്തൊക്കെ പറഞ്ഞാലും പ്രോസസ്സിങ് കൂടാതെ തന്നെ നമ്മുടെ ഷോപ്പിംഗ്, നമ്മൾ വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ്, അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ്, ഇപ്പം നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എമൗണ്ട് ആദ്യത്തെ മാസം കിട്ടില്ല, ആദ്യത്തെ മാസം തീർന്ന സെക്കൻഡ് മന്തിലേക്ക് കയറുമ്പോഴേ കിട്ടത്തുള്ളൂ പൈസ. സോ അതിൻ്റെ നിങ്ങൾക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളതും നിങ്ങളുടെ റെൻറ്റ് കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു 6 lakh, ഒരു മിനിമം എങ്കിലും 6 lakh നിങ്ങളുടെ ഇത് പൊട്ടും. അത് നമ്മൾ ആദ്യം മനസ്സിലുണ്ടാവണം. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോഴും നഴ്സിംഗ് വരുന്ന പിള്ളേർ, അതായത് ചിലർ ഞങ്ങൾക്ക് റീൽസൊക്കെ കണ്ടപ്പോൾ ഞാൻ കണ്ടതാണ്, ഒരാൾ 2 years നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ആൾ സ്റ്റോപ്പ് ചെയ്ത് പോവുകയാണ്. അത് ആൾക്കൊട്ടും പറ്റില്ലാത്തത് കൊണ്ടാണ് ആൾ പോകുന്നതിനുള്ളിലാണ് പറയുന്നത്. സോ ഓഫ് കോഴ്സ് നമുക്ക് ഒട്ടും പറ്റില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ +2 കഴിഞ്ഞ് വരുന്നവരാണ്, നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് +2 എന്നുള്ളൊരു ക്വാളിഫിക്കേഷനേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് അറ്റ് എ പോയിന്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റിപ്പോയോ, ഇത് ഓക്കെ ആണോ, ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് തോന്നിയതല്ല, അല്ലാതെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിലേക്ക് വന്നു, എനിക്കിങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ മുന്നോട്ട് പോയത്. സോ ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. അതേപോലെ തന്നെ നമ്മളൊരു ടൈം എടുത്താലും, ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുപാട് ടൈം എടുക്കണമെന്നല്ല, നല്ല ലാംഗ്വേജ് പഠിച്ചതിന് ടൈം എടുത്താലും വെറുതെ അനാവശ്യമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി എന്തിലെങ്കിലും കയറി വരരുത്. തിങ്ക് വൈസ്ലി, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഏത് കരിയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റും എന്നുണ്ട്, നിങ്ങൾ ആ ഉറപ്പിലാണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നാലും നിങ്ങൾ ആ ഉറപ്പിൽ തന്നെ നിൽക്കണം. ബിക്കോസ് നിങ്ങളിത് കംപ്ലീറ്റ് ആക്കിയില്ല, അഫ്കോഴ്സ് നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വെറും ഒരു +2ൻ്റെ ഒരു ക്വാളിഫിക്കേഷനേ ഉള്ളൂ. സോ അത് നമുക്ക് മാനസികമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര നമ്മളെ ബാക്കിലേക്ക് ആക്കുന്ന ഒരു സംഭവമാണ്. സോ അത് വൈസായിട്ട് തിങ്ക് ചെയ്തിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഏജൻസികൾ പറയുന്നത് മാത്രം, ഒരുപാട് നിങ്ങൾക്ക് റീൽസ് കാര്യങ്ങളും അതേപോലെ ഒരുപാട് പ്രൊമോഷൻസ് കാണുന്നത് അത് മാത്രം കണ്ട്, അല്ലെ അതിൽ അവർ പറയുന്ന, അഫ്കോഴ്സ് അവർ അതിനകത്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, അത് പറയണം മാത്രം കേട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യരുത്. അതിൽ പറയുന്ന പോലെ തന്നെ എല്ലാം സത്യമാവണമെന്നില്ല. അതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പരിചയം ഉള്ള നാട്ടിൽ ജർമ്മനിയിലുള്ളവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ കരിയറായിട്ട് ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഇപ്പോൾ വേണേൽ പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പോൾ ജർമ്മനിയിൽ എത്തിയല്ലോ, പിന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ എന്ന്. ബട്ട് ജർമ്മനിയിൽ എത്തിയ ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഞാനിവിടെ വന്നു, ഞാൻ എൻ്റെ കരിയറിന് വേണ്ടി ഞാൻ അതിൻ്റെ രീതിയിൽ ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഇവിടെ എത്തി. ബട്ട് സ്റ്റിൽ എനിക്കിതൊരു ബാഡ് ഡിസിഷനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ
ഒരു പെട്ടെന്ന് ഞാനിപ്പോൾ എൻ്റെ ഒരു കരിയറിലേക്ക് എത്തിയാലും ഞാനിവിടെ ഭയങ്കര സാറ്റിസ്ഫൈഡോ ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ല. ഞാൻ അതിൻ്റെ ഓരോ സ്റ്റെപ്പിൽ എത്തിയതേ ഉള്ളൂ. എനിക്ക് ഇനി ഒരുപാട് സ്റ്റെപ്പ് കിടക്കുകയാണ് ഞാൻ അതിലേക്ക് എത്താൻ വേണ്ടി. സോ ഇറ്റ് ടേക്സ് ടൈം. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടാവണം. അതേപോലെ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ വന്ന ഒരാളാണ് ഞാൻ. ഇതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി വന്ന ഒരാളാണ് ഞാൻ. സോ അങ്ങനെ മനസ്സിലാക്കി വരിക. ഇതൊന്നും നമ്മൾ റിയലൈസ് ചെയ്യാതെ അല്ല എക്സ്പെക്റ്റ് ചെയ്യാതെ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാതാവുന്നത്. അഫ്കോഴ്സ് വേറെ കൺട്രിയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെൻ്റലി ആവട്ടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടെ നമ്മൾ വിചാരിച്ചതൊന്നും അല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതല്ല നമ്മൾ ആഗ്രഹിച്ചതെന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര മെൻ്റലി ബാക്കായി പോകും. സോ വൈസായിട്ട് തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക, ചൂസ് ചെയ്യുക.